ഒക്കെ പറഞ്ഞ് സ്റ്റേജ് മുഴുവൻ ചാക്കോച്ചനായിട്ട് വിട്ടുകൊടുത്തിട്ട് എല്ലാവരും താഴേക്ക് പോയിട്ടുണ്ട്. ഡാൻസോ പാട്ടോ മാജിക്കോ ചാക്കോച്ചന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പെർഫോം ചെയ്തോളൂ. എന്ത് കണ്ടാലും കൈ അടിച്ച് സ്വീകരിക്കാനായിട്ട് നമ്മൾ റെഡിയാണ്. എന്റെ മോളെ ഇങ്ങോട്ടോ, എന്റെ പൊന്നുമോളെ ഇങ്ങോട്ടോ. മോളാണ് അത്ര മോള് പിന്നെ അവിടെ നിന്ന് ഞാൻ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ആ ചേച്ചി ഇങ്ങോട്ടോ വാ. ഓരോരുത്തരായിട്ട് വിളിക്കുക. വേറെ ആരാ വരാനുള്ളത് കൂടി ഡാൻസ് ചെയ്യാനായിട്ട്? വാ ഈ ചോട്ടാ കുഞ്ഞു കൊടുക്കാവാ കാണിക്കണോ? വാ ലയാൻ ലയാൻ എന്തായാലും പേര് ആദ്യം തന്നെ ചെസ് നമ്പർ നിന്നെ ആരാ വിളിച്ചത്? കുഞ്ചിത്തണ്ട് വിട്ടു. ശരി, ഒരാളെ കൂടെ ഈ വേദിയിലേക്ക് എനിക്ക് ക്ഷണിക്കാനുണ്ട്. ഇവിടെ പേരെന്താ? റോബൻ. ഓക്കെ ഓക്കെ. എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമൻസ് കോളേജുകളിൽ പോയിട്ടുള്ള ഉണ്ണി ലാലുവിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ മൈ ബോയ്. നമ്മൾ ഈ കലാപരിപാടി തുടങ്ങുന്നത് എൻ്റെ പുന്നാര മോളുടെ ഒരു സ്പ്ലിറ്റിലൂടെയാണ്. സ്പ്ലിറ്റ് ചെയ്തോ ആദ്യം തന്നെ നിനക്ക് ടൂർ പഠിക്കാം. കമാ അടിപൊളി. ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചതാണ് ചാക്കോച്ചന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പറ്റും, പക്ഷെ ഈ രീതിയിൽ പറ്റില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എല്ലാ കലാകാരന്മാർക്കും ചെയ്യാനുള്ള കാര്യം. അത് സിനിമയിലാണെങ്കിലും സിനിമയ്ക്ക് പുറത്താണെങ്കിലും ഈ ഒരു വേദിയിലാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ പാട്ട് പാടി കൊലവിളിക്കാൻ ഡാൻസ് ചെയ്ത് നിങ്ങളെ ഉന്മാദത്തിലാക്കാനും വേണ്ടി ഞാനിവിടെ നിൽക്കുന്നുണ്ട്. ഏത് പാട്ടാണ് പാടേണ്ടത്, ഏത് ഡാൻസാണ് നൃത്തം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ പറയാത്തിടത്തോളം കാലം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളൊരു നോ പറഞ്ഞാൽ ഞാനിവിടുന്ന് രക്ഷപ്പെട്ടു. ബെസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കും. ഒരു രാജാവില്ല 97 മുതൽ കേൾക്കാൻ തുടങ്ങിയത്.